നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പേജ്, അതിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടിരുന്നു. മാർപ്പാപ്പയെ കണ്ട ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. അതിനെ തുടർന്നാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം ഇട്ടിരിക്കുന്നത്. ആ ചിത്രം ഇങ്ങനെയാണ്: ഫൈനലി ദി പോപ്പ് ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഗോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി പറഞ്ഞ ഹിന്ദി മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദൈവമാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഹിന്ദി അറിയാവുന്ന 50 കോടിക്ക് മുകളിൽ ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട്. അവിടങ്ങളിലൊന്നും അദ്ദേഹം ആ പേരിൽ ട്രോൾ ചെയ്യപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുക. വെറുതെ മലയാളികളെ നാറ്റിക്കരുത്. ഇനി ഇങ്ങനെയൊരു പോസ്റ്റ് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കോൺഗ്രസിൻ്റെ ഘടകങ്ങൾ ഇട്ടിട്ടേയില്ല. എന്താ അതിനർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ നന്നായിട്ട് ഹിന്ദി അറിയാം, അതുകൊണ്ട് തന്നെ അവരിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടണമെങ്കിൽ അത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും? അതാണ് ഇതിനകത്ത് കാതലായിട്ടുള്ള സംശയവും ചോദ്യവും. ഇങ്ങനെയൊരു പോസ്റ്റ് ഇടണമെങ്കിൽ ഇവിടെ ഒരേ സമയത്ത് തന്നെ നരേന്ദ്രമോദിയെയും മാർപ്പാപ്പേനെയും അവഹേളിച്ചിരിക്കുകയാണ്. മാർപ്പാപ്പ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ലെന്നും ആദ്യമായിട്ടാണ് ദൈവത്തെ കാണുന്നതെന്നും ആ ദൈവമാണ് മോദി എന്നാണ് ഇവർ വരുത്തി വച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സ്വയം ദൈവമാണ് എന്ന് പറഞ്ഞു എന്ന ഒരു ഹിന്ദിയിലെ ഇൻ്റർവ്യൂവിൽ നിന്ന് അടർത്തിയെടുത്ത സംഗതി വച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ 50 കോടിക്ക് മുകളിൽ ഹിന്ദി അറിയാവുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അവിടങ്ങളിലൊന്നും ഈ കാര്യം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അവർ ട്രോളാത്തതിൻ്റെ കാരണം എന്താ? കാരണം നരേന്ദ്രമോദി എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അതറിവില്ലാത്ത കിഴങ്ങന്മാരായ ഉണ്ണാക്കന്മാരായ മലയാളി കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് ഈ കൃമികടി. ഇനി ഇവർ ഈ അവഹേളനം നടത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ വെറുതെ ഇരിക്കുമെന്നാണ് കരുതിയത്. ഇതാ മറുപടി വന്നിട്ടുണ്ട് പലയിടത്തു നിന്നും. ഇവരതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ കയ്യിൽ നിന്ന് പോയി. കാസയുടെ മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: മാർപ്പാപ്പയ്ക്ക് സ്വന്തം ദൈവത്തെ അറിയില്ലെന്നും ക്രിസ്ത്യാനികൾക്ക് ദൈവമില്ലെന്നും കോൺഗ്രസ്. ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമോന്നത പദവി വഹിക്കുന്നതും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായ മാർപ്പാപ്പ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി കാണുന്ന രംഗത്തിൻ്റെ ചിത്രത്തിനൊപ്പം തിരഞ്ഞ് അവസാനം മാർപ്പാപ്പ ദൈവത്തെ കണ്ടുമുട്ടി എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് കോൺഗ്രസ് ക്രൈസ്തവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. സാങ്കേതികമായി വത്തിക്കാൻ എന്ന ചെറു രാഷ്ട്രത്തിൻ്റെ പരമാധികാരി ആയിരിക്കാം മാർപ്പാപ്പ. എന്നാൽ ലോകരാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും മാർപ്പാപ്പയെ കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ആയിട്ടല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാവായിട്ടാണ്. ആ വ്യക്തിയെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവൻ്റെയൊക്കെ മൂന്നാംകിട രാഷ്ട്രീയത്തിന് ട്രോളാനായി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ജനിപ്പിക്കുന്ന ധ്വനി അല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മാർപ്പാപ്പയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ നിന്ദ്യമായ വാക്കുകൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിന്നും പുറത്തു വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ ആ സ്ഥാനത്ത് കടന്നു കയറിയിരിക്കുന്ന ജിഹാദികൾ തന്നെയാണ്. അത്തരത്തിൽ നിന്ദമായ ഒരു കാര്യം നടന്നിട്ടും ഇതുവരെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം. മാർപ്പാപ്പയ്ക്കും ക്രിസ്ത്യാനികളുടെ ദൈവത്തിനും പകരം കാന്തപുരത്തിൻ്റെയോ പാണക്കാട് തങ്ങളുടെയോ ചിത്രവും വെച്ചുകൊണ്ട് മുഹമ്മദിനെ ഒന്ന് ട്രോൾ ചെയ്യുന്നുവെങ്കിൽ കാണാമായിരുന്നു കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന്. എത്ര കിട്ടിയിട്ടും പഠിക്കാതെ കോൺഗ്രസ് കർത്താവ് സ്ഥാപിച്ച പാർട്ടിയാണെന്ന രീതിയിൽ താങ്ങുന്ന രാഷ്ട്രീയ അടിമകളായ വിശ്വാസികൾ മുതൽ പുരോഹിതർ വരെയുള്ളവർ നാളെ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയ എതിരാളികളുടെ രൂപം കുരിശിൽ തറച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇതാ കാസയുടെ പ്രതികരണമാണ്. ഈ കോൺഗ്രസ്സുകാർ വന്ന് എന്താണ് പറയുന്നതെന്നോ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ അവർക്ക് പോലും ഒരു പിടിയില്ലാത്ത അവസ്ഥയിലാണ്. എന്തായാലും കോൺഗ്രസ്സുകാരനായിട്ട് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് 1ാം ക്ലാസ് ജിഹാദിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലാതെ മറ്റാർക്കാണ് ഇതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു ട്രോളാക്കാൻ പറ്റുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, ഇത്തരം വിഷയങ്ങൾ വെച്ചിട്ട് ട്രോളുകൾ ചെയ്യുന്ന ഏകയിടം കേരളം മാത്രമാണ്. നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഇൻ്റർവ്യൂവിലും. അതായത് ദൈവികമായ രീതിയിലായിരിക്കാം ഒരുപക്ഷെ ദൈവം തീരുമാനിച്ചിരിക്കാം ഞാൻ ഇവിടെ ഈ ലെവലിൽ എത്തിയിരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ പൂർവികർ ജീവിച്ചു വന്ന ഒരു രീതി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം
ഒരു അധ്യാപകനായാൽ കൂടി ആ വില്ലേജിലുള്ള എല്ലാവർക്കും കൊണ്ട് മധുരം കൊടുത്തിട്ട് ആഹ്ലാദിക്കുന്ന ഒരു വ്യക്തിയായേനെ ഞാനൊരു അധ്യാപകനെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ളതാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള കിഴങ്ങന്മാരും ഉണ്ണാക്കന്മാരുമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ അതിനെ ഞാൻ ദൈവമാണു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന തരത്തിലാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് കാണുന്ന കോമാളിത്തരങ്ങളാണിത്. അപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരം അഭ്യാസങ്ങളൊന്നും ഹിന്ദി അറിയാവുന്ന ഒരിടത്തും നരേന്ദ്രമോദിക്കെതിരെ അവർ പ്രയോഗിക്കുന്നില്ല. അതിനർത്ഥം നരേന്ദ്രമോദി പറഞ്ഞത് അവർക്ക് മനസ്സിലായി, ഇവിടെയുള്ള ഉണ്ണാക്കന്മാർക്കും കിഴങ്ങന്മാർക്കും മനസ്സിലായില്ല. അത്രയേ ഉള്ളൂ സംഭവം.